ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ഏവർക്കും ഇഷ്ടമുള്ള ടൊമാറ്റോ സോസാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ആക്കിയിരിക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ പഴുത്ത തക്കാളിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി മാറ്റണം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളായി കട്ട് ചെയ്തതിന് ശേഷം ഒരു പാനിലേക്ക് ഈ കട്ട് ചെയ്ത ടൊമാറ്റോ പീസസ് എല്ലാം ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ 1 കിലോ തക്കാളിക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 3 വലിയ വെളുത്തുള്ളിയാണ്. ഞാൻ ചെറിയ പീസുകളാക്കിയൊക്കെയാണ് അരിഞ്ഞിട്ടത്. അപ്പൊ അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും കൊണ്ട് ഇടുവാണേ ഇഞ്ചിയുടെ അളവ് കൂടാൻ നോക്കണം, എരിവുണ്ടാവും. ഇവിടെ ഞാൻ ഒരു മീഡിയം സൈസ് സവാളയുടെ ഒരു 1/4 ഭാഗമാണ് കുഞ്ഞു കുഞ്ഞു പീസാക്കിയതും കൂടെ ഇതിനകത്തേക്ക് ഇടുവാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് കുഞ്ഞു ബീറ്റ്റൂട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഇതിന് ഒരു റെഡ് കളർ കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റോളം ഒന്ന് വേവാനായിട്ട് വെക്കണം. മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ച് വേണം ഫ്ലെയിം വെക്കാനായിട്ട്. അപ്പൊ ഇതെല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പൊ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 5-6 ടേബിൾ സ്പൂൺ ഷുഗർ ആണേ. അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് വിനാഗിറും കൂടെ ആഡ് ചെയ്യുവാണേ. ഇത് നമുക്കൊരു റെഡിമെയ്ഡ് ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് ഈ ഒരു വിനാഗിറും കൂടെ ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയാണേ. കൂടാതെ ആവശ്യത്തിന് ഉപ്പും കൂടി. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണേ. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു ജാറിലേക്ക് മാറ്റാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി അരച്ച് കിട്ടിയാൽ നമുക്ക് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് തരികൾ കാണും. അതൊക്കെ നമുക്ക് മാറ്റി വെറും ക്രീമി ആയിട്ടുള്ള പോർഷൻ മാത്രം മതി. ബാക്കിയുള്ളതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ഒരു ടൊമാറ്റോ സോസ് കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടെ കുറയ്ക്കണമെങ്കിൽ നമുക്കൊരു പാനിലേക്ക് ഇത് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. നന്നായിട്ട് കുറുക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏത് കട്ടിയിലാണോ നമ്മുടെ ടൊമാറ്റോ സോസ് വേണ്ടത് ആ ഒരു കട്ടിയിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമ്മുടെ ടൊമാറ്റോ സോസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊരു കുപ്പിയിലോ ജാറിലോ എങ്ങാനും സൂക്ഷിക്കാവുന്നതാണ്. ഒരുപാട് നാള് വെച്ച് സൂക്ഷിക്കാൻ ഒക്കൂലെങ്കിലും ഏകദേശം 2-3 ആഴ്ചക്ക് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.